Hi friends, Spoken Englishന്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 83 സ്പോക്കൺ വേർഡ്സും അതിന്റെ ഓപ്പോസിറ്റും മലയാളം മീനിങ്ങുമാണ്. ഫസ്റ്റ് വൺ, ഹോപ്പ്, പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഡിസ്പയർ എന്ന് പറഞ്ഞാൽ നിരാശ എന്നാണ് അർത്ഥം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഹോപ്പ് പ്രതീക്ഷിക്കുക, ഡിസ്പയർ നിരാശ. നെക്സ്റ്റ് വൺ, ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, വെസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ്, പടിഞ്ഞാറ് എന്നാണ് അതിന്റെ അർത്ഥം. ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. നെക്സ്റ്റ് വൺ, ഡെഫിനിറ്റ്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ, ഇൻഡെഫിനിറ്റ് വ്യക്തമല്ലാത്ത, ഡെഫിനിറ്റ് വ്യക്തമായ, ഇൻഡെഫിനിറ്റ് വ്യക്തമല്ലാത്ത. നെക്സ്റ്റ് വൺ, ഈസി. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള, എളുപ്പമുള്ള എന്നുള്ള അർത്ഥമാണ്. ഈസി എളുപ്പമുള്ള. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള, ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടുള്ള. അടുത്ത വേർഡ് എംപ്റ്റി. എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയായ എന്നുള്ള അർത്ഥമാണ്. ഫുൾ എന്ന് പറഞ്ഞാൽ മുഴുവനായ, നിറഞ്ഞ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എൻഡ്. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവസാനിക്കുക എന്നുള്ള അർത്ഥമാണ്. ബിഗിൻ തുടങ്ങുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്നും ഉപയോഗിക്കാം. എൻഡ് അവസാനം അല്ലെങ്കിൽ അവസാനിപ്പിക്കുക, ബിഗിൻ തുടങ്ങുക, സ്റ്റാർട്ട് തുടങ്ങുക. നെക്സ്റ്റ് വൺ, എൻറ്റർ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കുന്നതിനെയാണ് എൻറ്റർ എന്ന് പറയുന്നത്. എക്സിറ്റ് എന്ന് പറയുന്നത് പുറത്ത് പോവുക, ഇതിനാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. എൻറ്റർ ഓപ്പോസിറ്റ് എക്സിറ്റ്. നെക്സ്റ്റ് വേർഡ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക. എക്സ്പോർട്ട് കയറ്റുമതി ചെയ്യുക, ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്യുക. നെക്സ്റ്റ് വേർഡ് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള, ഇന്റേണൽ അകത്തുള്ള. എക്സ്റ്റേണൽ പുറത്തുള്ള, ഇന്റേണൽ അകത്തുള്ള. നെക്സ്റ്റ് വൺ, ഫെയിൽ. ഫെയിൽ എന്ന് പറഞ്ഞാൽ പരാജയം, പരാജയപ്പെടുക. സക്സീഡ് വിജയിക്കുക. ഫെയിൽ പരാജയപ്പെടുക, സക്സീഡ് വിജയിക്കുക. നെക്സ്റ്റ് വൺ, ഫാൾസ് തെറ്റ്, ട്രൂ ശരി. ഫാൾസ് തെറ്റ്, ട്രൂ ശരി. ഫേമസ് അറിയപ്പെടുന്ന, അൺനൗൺ അറിയപ്പെടാത്ത. ഫേമസ് അറിയപ്പെടുന്ന, അൺനൗൺ അറിയപ്പെടാത്ത. നെക്സ്റ്റ് വൺ, ഫാർ ദൂരെ, നിയർ അടുത്ത്. ഫാർ ദൂരെ, നിയർ അടുത്ത്. നെക്സ്റ്റ് വൺ, ഫാസ്റ്റ് വേഗത്തിൽ, സ്ലോ സാവധാനത്തിൽ. ഫാസ്റ്റ് വേഗത്തിൽ, സ്ലോ സാവധാനത്തിൽ. നെക്സ്റ്റ് വേർഡ് ഫ്യൂ, കുറച്ച് എന്നുള്ള അർത്ഥമാണ്. ഫ്യൂ. മെനി എന്ന് പറഞ്ഞാൽ ധാരാളം. ഫ്യൂ കുറച്ച്, മെനി ധാരാളം. നെക്സ്റ്റ് വൺ, ഏർലി നേരത്തെ, ലേറ്റ് വൈകി. ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ, ലേറ്റ് വൈകി. ഫൈൻഡ് കണ്ടെത്തുക, ലോസ് നഷ്ടപ്പെടുക. ഫൈൻഡ് കണ്ടെത്തുക, ലോസ് നഷ്ടപ്പെടുക. ഫസ്റ്റ് ആദ്യം, ലാസ്റ്റ് അവസാനം. ഫസ്റ്റ് ആദ്യത്തെ, ലാസ്റ്റ് അവസാനത്തെ. നെക്സ്റ്റ് വൺ, ഫൂളിഷ് എന്ന് പറഞ്ഞാൽ മണ്ടൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈസ്, ബുദ്ധിശാലിയായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, ഫോർഗെറ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഫോർഗെറ്റ് മറക്കുക. റിമെമ്പർ ഓർക്കുക, അതിന്റെ ഓപ്പോസിറ്റ് റിമെമ്പർ ഓർക്കുക. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. നെക്സ്റ്റ് വേർഡ് ഫ്രണ്ട്, സുഹൃത്ത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എനിമി എന്ന് പറഞ്ഞാൽ ശത്രു. ഫ്രണ്ട് സുഹൃത്ത്, എനിമി എന്ന് പറഞ്ഞാൽ ശത്രു. നെക്സ്റ്റ് വൺ, ഗെറ്റ് കിട്ടുക, ഗിഫ് നൽകുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഗെറ്റ് കിട്ടുക, ഗിഫ് നൽകുക. ഗിഫ് നൽകുക, ടേക്ക് എടുക്കുക. ഗിഫ് നൽകുക, അതിന്റെ ഓപ്പോസിറ്റ് ടേക്ക് എടുക്കുക. നെക്സ്റ്റ് വൺ, ഗോ പോവുക, സ്റ്റോപ്പ് നിർത്തുക. ഗോ പോവുക, സ്റ്റോപ്പ് നിർത്തുക. നെക്സ്റ്റ് വൺ, ഗസ്റ്റ് അതിഥി. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥി. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയൻ എന്നൊക്കെ പറയും, അതിന്റെ മലയാളം മീനിങ്. ഗസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗിൽറ്റി. ഗിൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറ്റം ചെയ്ത വ്യക്തിയെയാണ് പറയുന്നത് ഗിൽറ്റി. കുറ്റം ചെയ്ത ആൾ. ഇന്നസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധി. ഇന്നസെന്റ് നിരപരാധി. നെക്സ്റ്റ് വൺ ഹാപ്പി സന്തോഷമുള്ള, സാഡ് ദുഃഖമുള്ള. നെക്സ്റ്റ് വൺ ഹാർഡ് ബുദ്ധിമുട്ടുള്ള, ഈസി എളുപ്പമുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് എന്നും ഉപയോഗിക്കാവുന്നത്. ഹാർഡ് ബുദ്ധിമുട്ടുള്ള, ഈസി എളുപ്പമുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. ഹാംഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാനികരമായ എന്നുള്ള അർത്ഥമാണ്. ഹാംഫുൾ ഹാനികരമായ. ഹാംലെസ് എന്ന് പറഞ്ഞാൽ ഹാനികരമല്ലാത്ത. ഹാംഫുൾ ഹാനികരമായ, ഹാംലെസ് ഹാനികരമല്ലാത്ത. നെക്സ്റ്റ് വേർഡ് ഹെയ്റ്റ് വെറുക്കുക, ലവ് സ്നേഹിക്കുക. ഹെയ്റ്റ് വെറുക്കുക, ലവ് സ്നേഹിക്കുക. നെക്സ്റ്റ് വൺ ഹെവി. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരമുള്ള, ലൈറ്റ് ഭാരം കുറവുള്ള എന്നുള്ള അർത്ഥമാണ് ലൈറ്റ്. ഹിയർ ഇവിടെ, ദർ എന്ന് പറഞ്ഞാൽ അവിടെ. ഹിയർ ഇവിടെ, ദർ അവിടെ. നെക്സ്റ്റ് വൺ ഹീറോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കവാർഡ്. മീൻസ് ധൈര്യമില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ ഹൈ. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലോ. ലോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, ഹൈ എന്ന് പറഞ്ഞാൽ കൂടിയത് എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ ഓണസ്റ്റ് സത്യസന്ധതയുള്ള. ഡിസ്ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഇല്ലാത്ത. ഓണസ്റ്റ് സത്യസന്ധതയുള്ള, ഡിസ്ഓണസ്റ്റ് സത്യസന്ധത ഇല്ലാത്ത. ഹോട്ട് ചൂട്, കോൾഡ് തണുപ്പ്. ഹോട്ട് ചൂട്, കോൾഡ് തണുപ്പ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്ന, സമാന്തരമായ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹൊറിസോണ്ടൽ നേരെ ഉള്ള. വെർട്ടിക്കൽ കുത്തനെയുള്ള. ഹൊറിസോണ്ടൽ നേരെയുള്ള, വെർട്ടിക്കൽ കുത്തനെയുള്ള. ഓക്കെ. ഇൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമുള്ള എന്നുള്ള അർത്ഥമാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള. ഇൽ അസുഖമുള്ള, ഹെൽത്ത് ആരോഗ്യമുള്ള. ഇമ്പോർട്ടൻറ്റ് നേരെ ഓപ്പോസിറ്റ് അൺഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ് അതിന്റെ ഓപ്പോസിറ്റ് അൺഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഇൻ അകം, ഔട്ട് പുറം. അതിന്റെ ഓപ്പോസിറ്റ് ഔട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇൻക്ലൂഡ് ഉൾപ്പെടുത്തുക. ഇൻക്ലൂഡ് ഉൾപ്പെടുത്തുക. എക്സ്ക്ലൂഡ് ഉൾപ്പെടുത്താതിരിക്കുക. ഓക്കെ. ഇൻക്ലൂഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂഡ്. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സുകളൊക്കെ നിങ്ങൾ നോട്ടിലോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് അത് ആവർത്തിച്ച് വായിക്കുക. സംസാരിക്കുന്ന സമയത്ത് ഇത്തരം വേർഡ്സുകളൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ ഇൻഫീരിയർ. ഇൻഫീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള. സുപ്പീരിയർ മുകളിലുള്ള എന്നുള്ള അർത്ഥമാണ്. ഇൻഫീരിയർ താഴെയുള്ള, സുപ്പീരിയർ മുകളിലുള്ള, മേലാധികാരി എന്നൊക്കെ പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഇൻസൈഡ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്, ഔട്ട്സൈഡ് പുറത്ത്. ഇൻസൈഡ് അകത്ത്, ഔട്ട്സൈഡ് പുറത്ത്. ഇന്റലിജന്റ് ബുദ്ധിയുള്ള. സ്റ്റുപ്പിഡ് മണ്ടനായ. അൺഇന്റലിജന്റ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇന്റലിജന്റ് ബുദ്ധിശാലിയായ, അതിന്റെ ഓപ്പോസിറ്റ് അൺഇന്റലിജന്റ്. നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള. ബോറിംഗ് മുഷിപ്പുണ്ടാക്കുന്ന. ബോറിംഗ് മുഷിപ്പുണ്ടാക്കുന്ന. ഇൻട്രസ്റ്റിംഗ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഡൾ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അൺഇൻട്രസ്റ്റിംഗ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബോറിംഗ് ഉപയോഗിക്കാം, ഡൾ ഉപയോഗിക്കാം, അൺഇൻട്രസ്റ്റിംഗ് ഉപയോഗിക്കാം. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ ജസ്റ്റിസ് മീൻസ് ന്യായം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻജസ്റ്റിസ്. നെക്സ്റ്റ് വൺ നോൺ എന്ന് പറഞ്ഞാൽ അറിയുന്ന. അൺനോൺ അറിവില്ലാത്ത, അറിയാത്ത, അറിയപ്പെടാത്ത എന്നൊക്കെയുള്ള അർത്ഥം. നോൺ അറിയുന്ന, അൺനോൺ അറിയാത്ത, അറിയപ്പെടാത്ത എന്നൊക്കെയുള്ള അർത്ഥം. നെക്സ്റ്റ് വൺ ലാർജ് വലിയ. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്, ചെറിയ. ലാർജ് വലിയ, സ്മോൾ ചെറിയ. ലോഫ് ചിരിക്കുക, ക്രൈ കരയുക. ലോഫ് ചിരിക്കുക, ക്രൈ കരയുക. ലെഫ്റ്റ് ഇടത്, റൈറ്റ് വലത്. ലെഫ്റ്റ് ഇടത്, റൈറ്റ് വലത്. ലെസ് കുറഞ്ഞ, മോർ കൂടിയ. ലെസ് കുറഞ്ഞ, മോർ കൂടിയ. ലൈക്ക് ഇഷ്ടപ്പെടുക, ഡിസ്ലൈക്ക് ഇഷ്ടമില്ലാത്ത. ലൈക്ക് ഇഷ്ടപ്പെടുക, ഡിസ്ലൈക്ക് ഇഷ്ടമല്ല. നെക്സ്റ്റ് വൺ ലൈക്ക്ലി സാധ്യതയുള്ള. അൺലൈക്ക്ലി സാധ്യതയില്ലാത്ത. ലൈക്ക്ലി സാധ്യതയുള്ള, അൺലൈക്ക്ലി സാധ്യതയില്ലാത്ത. ലോങ്
ദൂരെയുള്ള അല്ലെങ്കിൽ നീളമുള്ള എന്നൊക്കെ പറയാം. ഷോർട്ട്, ദീർഘമില്ലാത്ത, ഷോർട്ട് ചെറുത് എന്നൊക്കെ പറയാം. ലോങ് നീളമുള്ള, ഷോർട്ട് നീളമില്ലാത്ത ചെറുത് എന്നുള്ള അർത്ഥം, ഷോർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ലൗഡ്. ലൗഡ് എന്ന് പറഞ്ഞാൽ ഒച്ച വെക്കുക. ക്വയറ്റ് ശാന്തമായിരിക്കുക. ലൗഡ് ഒച്ച വെക്കുക. ക്വയറ്റ് ശാന്തമാവുക. ലോയൽ, വാട്ട് ഡസ് ഇറ്റ് മീൻ? അനുസരണയുള്ള. ലോയൽ അനുസരണയുള്ള. ഡിസ്ലോയൽ അനുസരണയില്ലാത്ത. ലോയൽ അനുസരണയുള്ള, ഡിസ്ലോയൽ അനുസരണയില്ലാത്ത. മെച്ചോർ പക്വതയുള്ള. ഇമ്മെച്ചോർ പക്വതയില്ലാത്ത. മെച്ചോർ പക്വതയുള്ള, ഇമ്മെച്ചോർ പക്വതയില്ലാത്ത. നെക്സ്റ്റ് വൺ മാക്സിമം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മിനിമം. മൈനർ. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ എന്നുള്ള അർത്ഥമാണ്. മൈനർ പ്രായപൂർത്തിയാവാത്ത, മേജർ പ്രായപൂർത്തിയായ. മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ന്യൂനപക്ഷം. മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷം എന്നൊക്കെ പറയാം. മെജോറിറ്റി ഭൂരിപക്ഷം. പൊളിറ്റിക്സിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. മൈനോറിറ്റി ന്യൂനപക്ഷം, മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം. മിസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുക. മിസ് അണ്ടർസ്റ്റാൻഡ് തെറ്റിദ്ധരിക്കുക. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. നാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുങ്ങിയ. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ. നാരോ ഇടുങ്ങിയ, വൈഡ് വിശാലമായ. ന്യൂ പുതിയത്, ഓൾഡ് പഴയത്. ന്യൂ പുതിയത്, ഓൾഡ് പഴയത്. നൈറ്റ് രാത്രി, ഡേ പകൽ. നൈറ്റ് രാത്രി, ഡേ പകൽ. നൺ ഒന്നുമില്ല. സം ചിലതൊക്കെ എന്നുള്ള അർത്ഥമാണ്. നോർത്ത്. നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക്. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക്. നോർത്ത് വടക്ക്, സൗത്ത് തെക്ക്. ഓഫർ. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക. റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരസിക്കുക. റെഫ്യൂസ് നിരസിക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നൊക്കെയുള്ള ആണ് റെഫ്യൂസ് എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, ഓൺ അറിയാം, അതിന്റെ ഓപ്പോസിറ്റ് ഓഫ്. ഓപ്പൺ തുറക്കുക, ക്ലോസ്ഡ് അടയ്ക്കുക. ഓപ്പോസിറ്റ് എതിരെയുള്ള, ദ സെയിം, അതാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒപ്റ്റിമിസ്റ്റ്. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ശുഭാപ്തി വിശ്വാസമുള്ള എന്നൊക്കെ പറയാം. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഒപ്റ്റിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസമുള്ള, പെസിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമയുള്ള. ഇംപേഷ്യന്റ് ക്ഷമയില്ലാത്ത. പേഷ്യന്റ് ക്ഷമയുള്ള, ഇംപേഷ്യന്റ് ക്ഷമയില്ലാത്ത. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് വാർ. പെർമനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ. ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് എന്നൊക്കെ പറയില്ലേ, അതിനാണ് ടെമ്പററി എന്ന് ഉപയോഗിക്കുന്നത്. പെർമനന്റ് സ്ഥിരമായ. പൊളൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊളൈറ്റ്. പൊളൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയുള്ള എന്നൊക്കെ പറയും. ഇംപൊളൈറ്റ് ദയയില്ലാത്ത, റൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ പോസിബിൾ, സാധ്യമാണ്. ഇംപോസിബിൾ സാധ്യമല്ല. പോസിബിൾ ഓപ്പോസിറ്റ് ഇംപോസിബിൾ, സാധ്യമല്ല. നെക്സ്റ്റ് വൺ പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. വെൽത്ത് സമ്പത്തുള്ള. പവർഫുൾ ശക്തമായ. പവർഫുൾ ശക്തമായ, കരുത്തുള്ള എന്നൊക്കെയുള്ള അർത്ഥം. വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുത്തില്ലാത്ത, പോരായ്മയുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയുള്ള. അഗ്ലി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട. പ്രെറ്റി ഭംഗിയുള്ള, അഗ്ലി വൃത്തികെട്ട. നെക്സ്റ്റ് വൺ പ്രൈവറ്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? പബ്ലിക് അല്ലെ. പ്രൈവറ്റ് ഓപ്പോസിറ്റ് പബ്ലിക്. ക്വാളിഫൈഡ്, അതിന്റെ ഓപ്പോസിറ്റ് അൺക്വാളിഫൈഡ്. ക്വാളിഫൈഡ് അതിന്റെ ഓപ്പോസിറ്റ് അൺക്വാളിഫൈഡ്. നെക്സ്റ്റ് വൺ റാപ്പിഡ്, അതിന്റെ ഓപ്പോസിറ്റ് സ്ലോ. സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനത്തിൽ. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. റാപ്പിഡ് വേഗത്തിൽ, സ്ലോ സാവധാനത്തിൽ. അപ്പൊ നമ്മൾ 83 സ്പോക്കൺ വേർഡ്സും അതിന്റെ ഓപ്പോസിറ്റും അതിന്റെ മീനിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മളെപ്പോഴും ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്.
മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ 83 വേർഡ്സും അതിൻ്റെ ഓപ്പോസിറ്റും അറിയണം. ഇതിനു മുൻപ് ഞാനൊരു ലെസൺ ചെയ്തിട്ടുണ്ടായിരുന്നു 50 ഓപ്പോസിറ്റ് വേർഡ്സ്. അത് നിങ്ങൾ പഠിക്കുക. ഇനിയും കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ് വരുന്നുണ്ട്, അത് വരുന്ന ലെസണുകളിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇതെല്ലാം പഠിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് എൻ്റെ ലെസൺസ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലെസൺസ്.